ഹലോ ചങ്ങായീസ്, വെൽക്കം ടു ഡി വേൾഡ്. ഇന്ന് നമ്മൾ തേങ്ങ കൊണ്ട് ഒരു വെർജിൻ ഓയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നല്ല പണിയുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഏട്ടനെ കൊണ്ട് തന്നെ തേങ്ങ 5 എണ്ണം ഞാൻ പൊളിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു ഉച്ചയൊക്കെ ആയിട്ടുണ്ടാവും. എല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷം ഈ പണി തുടങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് പണി ഉണ്ടായിരുന്നത് ധൃതിക്കുട്ടീനെ ഉറക്കുക എന്നുള്ളതാണ്. അതും കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ധൃതിക്കുട്ടി എണീക്കാനായി. ധൃതിക്കുട്ടി എണീച്ചിരിക്കുന്നു. അങ്ങനെ പണിയെല്ലാം അവിടെ പാതി വഴിയിൽ നിർത്തിയിട്ട് ധൃതിക്കുട്ടീനെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിച്ചിട്ട് അവൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ തന്നെ ആൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തായാലും ഞാൻ ഭക്ഷണം കൊടുത്തു. അതിനുശേഷം ബാക്കിയുള്ള തേങ്ങ കൂടെ ഒന്ന് ചിരവി കുറേശ്ശെയായിട്ട് നമ്മളത് മിക്സിയുടെ ജാറിലോട്ടിട്ടിട്ട് ഒന്ന് വെള്ളം ചേർക്കാതെ ഞാൻ അടിക്കാൻ വേണ്ടി നോക്കി. പക്ഷേ അത് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായില്ല. എന്തായാലും ശരിയാവില്ലല്ലോ, തേങ്ങയിൽ വെള്ളം വേണമല്ലോ കുറച്ചെങ്കിലും. അങ്ങനെ ഞാൻ കുറേശ്ശെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം അടിച്ചു. ധൃതിക്കുട്ടി അതാ പുറത്തുനിന്ന് കളിക്കുന്നുണ്ട് വന്നിട്ട്. പിന്നെ അതിന് ശേഷം ഞാൻ തേങ്ങേൻ്റെ പാല് പിഴിഞ്ഞ്, ആദ്യത്തെ പാല് ഞാൻ അരിപ്പയിലൂടെ പിഴിഞ്ഞിട്ടാണ് എടുത്തത്. പിന്നെ അതിന് ശേഷം ഞാൻ തുണിയിലും പിഴിഞ്ഞു. രണ്ടാമത്തെ വീണ്ടും ഒന്ന് അടിച്ചിട്ട് ബാക്കിയുള്ള ചണ്ടി അടിച്ചിട്ട് അത് ലാസ്റ്റ് വന്ന ചണ്ടി എടുത്ത് ധൃതിക്കുട്ടി പുട്ടുണ്ടാക്കാൻ പോവാണ്. ദക്ഷക്കുട്ടിയാണ്, എനിക്ക് പേര് മാറിപ്പോയതാണ്, സോറി ഗൈസ്. അങ്ങനെ നമ്മൾ അടുപ്പിലാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. തേങ്ങാപ്പാൽ നമ്മൾ അടുപ്പിൽ ഒരു ഉരുളിയിലാണ് ശരിക്കും ഉണ്ടാക്കേണ്ടത്. പക്ഷെ അടി കട്ടിയുള്ളത് ഈ വലിയ ചീഞ്ചട്ടി മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കയ്യിൽ. അപ്പോൾ അതുകൊണ്ട് അത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് തേങ്ങാപ്പാൽ, ഇത്രയും തേങ്ങാപ്പാലാണ് കിട്ടിയിട്ടുള്ളത്, അത് അതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് കൈ വിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതൊരു മരത്തിൻ്റെ തവി ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഞാനിങ്ങനെ കൈവിടാതെ ഇളക്കി യോജിപ്പിച്ചു. പിന്നെ കളിക്കാൻ പോയി എന്നെ ഒറ്റക്കാക്കിയിട്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഏകദേശം ഇങ്ങനെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. പക്ഷേ എനിക്കിങ്ങനെ ഒരു ഡൗട്ട്, ഇത് ഇങ്ങനെ തന്നെയാണോ വരികയെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ അമ്മേനെയൊക്കെ വിളിച്ച് ചോദിച്ചു. അമ്മ പറഞ്ഞ് നന്നായി ഇളക്കിക്കോന്നു. അങ്ങനെ ഇളക്കി ഞാനൊരു പരുവായി ചൂട് കൊണ്ടിട്ട്, അപ്പോൾ ഒരു മിനി ഫാൻ ഉണ്ടായിരുന്നു, അത് വെച്ചൊന്ന് കാറ്റ് കൊണ്ട് കുറച്ച് സമയം ഒരു കൈ കൊണ്ട് ഇളക്കി ഒരു കൈ കൊണ്ട് കാറ്റും കൊണ്ടു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ ഒരു പരുവായി വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞത് ഒന്നുകൂടെ ഒന്ന് നന്നായി ഉണങ്ങി വരുന്നതാണ്. അങ്ങനെ 1.5 മണിക്കൂറിന് ശേഷം ഇങ്ങനൊരു പരുവത്തിലായി കിട്ടി. അങ്ങനെ കുറച്ച് കഴിഞ്ഞത് ചൂടാറാൻ വെച്ചു. ചൂടാറിയതിന് ശേഷം ഞാനൊരു അരിപ്പയിലൂടെ, കുഞ്ഞി ചായ അരിപ്പുണ്ടായിരുന്നു, അതിലൂടെ ഇങ്ങനെ ഒരു കുപ്പിയിലേക്ക് ആക്കി വെച്ചു. പൊട്ടുന്ന കുപ്പിയിലാണ് ഞാൻ ആക്കി വെച്ചിട്ടുള്ളത്. അവസാനം ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്, നമ്മുടെ വെർജിൻ ഓയിൽ. എത്ര മെനക്കെട്ടാൽ എന്താ, കുട്ടികൾക്ക് നല്ലൊരു ഓയിൽ തേച്ച് കൊടുക്കാമല്ലോ. എന്തായാലും ലൈക്ക് ബട്ടൺ ചെയ്യണേ.